ഇപ്പോൾ നമ്മോടൊപ്പം വി ശിവദാസൻ എം പി ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഇന്ന് അദ്ദേഹം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തതാണ്. ശ്രീ വി ശിവദാസൻ, എന്താണ് ഇനി കേരളത്തിന് ചെയ്യാനാവുക? ഇതിൽ കേന്ദ്രത്തിന്റെ കനിവ് എത്രത്തോളം നമുക്ക് പ്രതീക്ഷ വയ്ക്കാം? ഇപ്പോൾ ശ്രീ കെ വി തോമസ് നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. താങ്കൾ ഉൾപ്പെടെയുള്ള എം പിമാർ തീർച്ചയായും പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതിനി? കേരളത്തോട് യൂണിയൻ ഗവൺമെൻറ് ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് BJPയുടെ നേതാവ് ഈ ദുരന്തത്തെ ലഘൂകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വി മുരളീധരൻ പറഞ്ഞത് ഒരു പഞ്ചായത്തൊന്നും ഒലിച്ചു പോയിട്ടില്ലല്ലോ, 2 വാർഡുകൾ മാത്രമല്ലേ എന്നാണ്. ഒരു മനുഷ്യനാണെങ്കിലും ഒരു ചെറു പ്രദേശമാണെങ്കിലും ദുരിതത്തെ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നാൽ കൈചേർത്ത് പിടിക്കുക, പിന്തുണ കൊടുക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ BJPക്ക്, ഇന്ത്യയിലെ BJPക്ക്, RSSന് ആ ഒരു സ്വഭാവമില്ല എന്നാണ് ഇവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ കാണുന്നത്. ഇവിടെ പാർലമെൻറ്റിൽ ഞങ്ങളെല്ലാവരും കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി യൂണിയൻ ഗവൺമെൻറ്റിനോട് ചോദിച്ചു. എന്നാൽ യൂണിയൻ ഗവൺമെൻറ് ഈ വിഷയത്തിൽ വലിയ നിഷേധാത്മകമായ സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. 2310 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ വിശദാംശങ്ങളെടുത്ത് കണക്കുകൾ സഹിതം, ഉണ്ടാവാനിടയുള്ള സാധ്യത സംബന്ധിച്ചുള്ള കണക്കുകൾ സഹിതം കേരള ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചു. ആ സന്ദർശനം ഒരു നാടകമായി മാറുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ തന്നെ പറയുന്നത്. കുട്ടിയെ കയ്യിലെടുക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ഒരു നായാ പൈസയുടെ സഹായം സംസ്ഥാന സർക്കാരിന് നൽകിയില്ല. വയനാട് റീബിൽഡ് പാക്കേജിനായിട്ട് നൽകിയില്ല. ഇവിടെ നാം കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ഉൾപ്പെടെ യാതൊരു വിധത്തിലുള്ള എസ്റ്റിമേറ്റും നൽകാതെ പണം കൊടുത്ത ഭൂതകാലം ഈ സർക്കാരിനുണ്ട്. എന്നാൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന, അതിതീവ്രമായിട്ടുള്ള അവഗണന. ശ്രീ വി ശിവദാസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ തവണ കോടതി നൽകിയ സത്യവാങ്മൂലത്തിലും പറയുന്നത് SDRF ഫണ്ടിൽ തുകയുണ്ടല്ലോ, അത് വിനിയോഗിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. നിങ്ങളുടെ ഈ ചോദ്യം തന്നെ അബദ്ധമാണ്. കാരണം ഈ ചോദ്യം തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം SDRFലെ തുക എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് ഒരു പത്രപ്രവർത്തകയായിട്ടുള്ള നിങ്ങൾക്ക് സാമാന്യ ധാരണ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തീർച്ചയായും. പക്ഷേ അതിൽ കേന്ദ്രവാദങ്ങൾ തന്നെയാണ്. കോടതിയിൽ പോലും ആ വാദങ്ങളാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, പത്രപ്രവർത്തകയായിട്ടുള്ള ഒരു ചാനലിൽ അവതാരികയായിരിക്കുന്ന നിങ്ങൾക്ക് SDRFൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് സാമാന്യ ധാരണ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ കരുതുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ് മറ്റെന്തോ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നുവെന്നാണ്. അല്ലെങ്കിൽ ചോദ്യം വരില്ല. തീർച്ചയായും അല്ല. ശ്രീ വി ശിവദാസൻ, കേന്ദ്രവാദങ്ങൾ കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. തീർച്ചയായും താങ്കൾക്ക് അതിലൊരു മറുപടി ഉണ്ടാകുമല്ലോ. അത് തീർച്ചയായും MP എന്ന നിലയിൽ, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന MP എന്ന നിലയിൽ താങ്കളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് കൂടി വേണ്ടിയാണ്. അതിനൊരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ താങ്കൾ പറയുമ്പോൾ അത് MP എന്ന നിലയിൽ കൂടിയുള്ള മറുപടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് താങ്കൾ അത് ഉയർത്തുകയും ചെയ്ത വിഷയമായതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ആ വിഷയത്തിൽ നമുക്കറിയാം എന്താണ്, SDRFലോ CMDRFലോ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഓരോ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താണ്, ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു വീട് നിർമ്മിക്കണം. SDRFൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് 10 ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കുന്നതിന് സാധിക്കുമോ? അല്ലെങ്കിൽ അവിടെ പരിക്ക് പറ്റിയിട്ടുള്ള ഒരാൾക്ക് ആശുപത്രിയിലെ ചെലവുമായി ബന്ധപ്പെട്ട് തുക നൽകേണ്ടതുണ്ട്. SDRFൻ്റെ ഫണ്ടിലെ മാനദണ്ഡങ്ങൾ വെച്ച് അയാൾ 5 ലക്ഷം രൂപയുടെ ഫണ്ട് നൽകുന്നതിനും സാധിക്കുമോ? അല്ലെങ്കിൽ അവരുടെ കൃഷിനാശമാവട്ടെ, മറ്റേതെങ്കിലും നാശമാവട്ടെ, അതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതിന് സാധിക്കില്ല. അപ്പോഴെന്താണ്, ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം. യൂണിയൻ ഗവൺമെൻറ് വയനാട്ടിലെ ദുരന്തത്തെ സഹായിക്കുന്നതിന്, ദുരന്തം നേരിട്ടിട്ടുള്ള ജനങ്ങളെ സഹായിക്കുന്നതിന്, ദുരന്തം അനുഭവിക്കുന്ന പ്രദേശത്തിൻ്റെ ഉണ്ടായിട്ടുള്ള ആ പാരിസ്ഥിതികാഘാതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് മുന്നോട്ട് വെക്കണം. ആ പാക്കേജിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനും ജനങ്ങൾക്ക് മറ്റെല്ലാ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള സഹായം നൽകേണ്ടതായിട്ടുണ്ട്. ഇവിടെ യൂണിയൻ ഗവൺമെൻറ് പറയുന്നത് എന്താണ്, SDRFൽ പണമുണ്ട് എന്നാണ്.
എന്നാൽ SDRF-ൽ പണമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എഴുതി പറയട്ടെ, SDRF-ൽ ഇത്ര രൂപയുണ്ട്, ആ രൂപ നിങ്ങൾക്ക് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചെലവഴിക്കാം എന്ന് പറഞ്ഞു കൊള്ളട്ടെ. പിന്നെ ഈ SDRF-ലെ പണം എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമായിട്ട് വരുന്നതല്ല. ഓരോ സംസ്ഥാന സർക്കാരിനും അർഹതപ്പെട്ടിട്ടുള്ള വിഹിതമാണ് SDRF-ന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. CMDRF ആണെങ്കിൽ ജനങ്ങൾ കൈയഴിച്ച് നൽകിയിട്ടുള്ള സഹായത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം വന്നിട്ടുള്ള തുക എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളത് സംബന്ധിച്ച് മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് കൈകോർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഭൂമി കണ്ടെത്തുന്നു. ആ ഭൂമി കണ്ടെത്തിയതിനോടൊപ്പം തന്നെ വീടെടുക്കുന്നതിന് വേണ്ടിയുള്ള വാടകയ്ക്ക് താമസിച്ചിട്ടുള്ള ആളുകൾക്ക് വാടക തുക ഉൾപ്പെടെ സർക്കാർ നൽകുകയാണ്. അവർക്ക് നിശ്ചിത ദിവസത്തേക്ക് ഒരു ചിലവ് കണക്കുകൂട്ടിക്കൊണ്ട്, ജീവിക്കാനുള്ള ചിലവ് കണക്കുകൂട്ടിക്കൊണ്ട് ഒരു തുക സർക്കാർ നൽകിക്കഴിഞ്ഞു. അങ്ങനെ പല നിലയിലുള്ള പ്രവർത്തനം സർക്കാർ നടത്തുകയാണ്. ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സംസാരിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഉചിതമല്ല. മലയാളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്, മലയാളികളാകെ കാണുന്ന ഒരു ചാനലാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വസ്തുത അറിയാം. വസ്തുത അറിയുന്ന നിങ്ങൾ തീർച്ചയായും പറയേണ്ടത് യൂണിയൻ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യത്തെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് പത്രധർമ്മം. ആ പത്രധർമ്മം നിർവഹിക്കുന്നതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു പോകുകയല്ല വേണ്ടത്. സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിവേദനം നൽകുന്നു, പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കുന്നു, തുടർന്ന് കേന്ദ്രത്തിൻ്റെ വിദഗ്ധ സംഘം വരുന്നു, പല പരിശോധനകൾ നടത്തുന്നു. ഇത്രയും പരിശോധനകൾ നടത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മറ്റ് കാർഷിക വിഭവങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കണ്ട് കണക്കെടുത്ത് തിരിച്ചു പോകാൻ മാത്രമല്ലല്ലോ. അത് തന്നെയാണ് ശ്രീ വി ശിവദാസൻ, ദയവായി തുടരുക. കണക്കെടുപ്പ് മാത്രം പോരല്ലോ. കേരളത്തിന് അവകാശപ്പെട്ടത്, കേരളം ചോദിക്കുന്ന പ്രത്യേക പാക്കേജ് ഇനി എത്ര നാൾ കാത്തിരിക്കണം എന്നത് തന്നെയാണ്.